ഹലോ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാർട്ടിൽ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ചെയ്താൽ മതി, കണ്ടാൽ മതി നിങ്ങൾ. അതായത് പാർട്ട് 5 നമ്മൾ ഇതിനകത്ത് പ്ലേലിസ്റ്റിൽ ഞാൻ ചെയ്ത പ്ലേലിസ്റ്റിലായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ പാർട്ട് 5 ഉണ്ടല്ലോ, എപ്പിസോഡ് 5. പാർട്ട് 5 നമ്മൾ വൈറ്റ് ഫുള്ള് മാച്ച് ചെയ്യുന്നത് ഇത് കണ്ടോ. ഫുള്ള് പാർട്ട് 5 എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് വൈറ്റ്, അതായത് നമ്മൾ ബോട്ടം ലെയർ ഫുൾ വൈറ്റ് മാച്ച് ആക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ബോട്ടം ലെയർ സോൾവ് ചെയ്യുന്ന പാർട്ടായിരുന്നു നമ്മൾ പാർട്ട് 5 നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. അത് ഫുള്ള് വൈറ്റ് മാച്ചപ്പ് ആക്കുന്നതും ഈ ബോട്ടം ലെയർ സോൾവ് ചെയ്യുന്നത്, ഇത് ഫൈനൽ ലെയർ ആണെന്ന് അറിയാമല്ലോ. ഈ ബോട്ടം ലെയർ സോൾവ് ചെയ്യുന്ന എപ്പിസോഡായിരുന്നു നമ്മൾ പാർട്ട് 5 ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇവിടെ ഈ മാച്ച് ആകാതെ വന്നിരുന്നല്ലോ. പാർട്ട് 5 നിങ്ങൾ കണ്ടിട്ടേ കാണാവുള്ളൂ, ഇത് കാണുന്നതായിരിക്കും. പാർട്ട് 5 കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇത് വന്നിരിക്കുക എന്നല്ലോ. അപ്പൊ അതിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇതിങ്ങനെ സോൾവ് ആകാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഷഫിൾ ചെയ്തിട്ടാണ് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ആക്ച്വലി നമ്മൾ അങ്ങനെ ഷഫിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി അത് ഇത് വീണ്ടും ഇതുപോലെ മാച്ച് ആകാതെ വന്നപ്പോഴാണ് ഞാൻ ഷഫിൾ ചെയ്തത്. നമ്മളത് വീണ്ടും ഷഫിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഇവിടെ വൈറ്റ് വന്നിട്ട് ഇവിടെ മാച്ച് ആകാതെ വരുമ്പോൾ, ഈ വശത്ത് മാച്ച് ആകാതെ വരുമ്പോൾ, അതായത് ഇത് ഇങ്ങനെ വരുമ്പോൾ, ഇത് കണ്ടോ, ഇവിടെ വൈറ്റ് വന്നിട്ട് ഇവിടെ കണ്ടോ ഈ സൈഡിൽ മാച്ച് ആകാതെ വരുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഇത് കണ്ടോ വൈറ്റ് ഫുള്ള് വന്നു, പക്ഷെ സൈഡിൽ ഇവിടെ ഈ മാച്ച് ആകാതെ വരുന്ന കേസ് വന്നപ്പോഴാണ് ഞാൻ ഷഫിൾ ചെയ്തത് അല്ലേ. അപ്പൊ ആക്ച്വലി നമ്മൾ വീണ്ടും ഷഫിൾ ചെയ്തിട്ട് ഒന്നേന്ന് വീണ്ടും നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നമ്മൾ മാച്ചപ്പ് ആക്കാൻ വേണ്ടി അവിടെ ഒരു അൽഗോരിതം അപ്ലൈ ചെയ്താൽ മതി. അതായത് ആ അൽഗോരിതം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇവിടെ വൈറ്റ് വന്നു പക്ഷെ ഇവിടെ മാച്ച് ആകാതെ വരുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഷഫിൾ ചെയ്യാണ്ട് ഒരു അൽഗോരിതം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടത് നമ്മളെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സോ നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നമ്മൾ 10ാമത്തെ എപ്പിസോഡ്സ് ഉണ്ടല്ലോ, പാർട്ട് 10 അതേ അൽഗോരിതം, ലാസ്റ്റത്തെ ഈ എഡ്ജ് മാച്ച് ആക്കാനുള്ള അതേ അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. കാണിച്ചു തരാം. F2. ഓക്കെ, അതിനുശേഷം നമ്മൾ U തിരിക്കുക, പിന്നെ അതിനകത്ത് L, പിന്നെ R', പിന്നെ വീണ്ടും നമ്മൾ F2 തിരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട L', പിന്നെ L' കഴിഞ്ഞിട്ട് അടുത്ത ഏതാണ്, L', RU അല്ലേ, RU, പിന്നെ നമ്മൾ F2. സോ നമ്മളിവിടെ നോക്കുക. സോ ഇവിടെ നമുക്ക് ഇവിടെ ഒരെണ്ണം മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 10ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, 10ാമത്തെ പാർട്ട് കഴിയുന്ന പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സോൾവ് ആയി കഴിഞ്ഞാൽ ആ സോൾവ് ആയ വശത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അൽഗോരിതം അപ്ലൈ ചെയ്യാന്ന്. F2, ഓക്കെ, U, L', സോറി L' അല്ല, L, ഇങ്ങോട്ട് തിരിക്കുമ്പം L അല്ലേ, L ക്ലോക്ക് വൈസ്, പിന്നെ R', പിന്നെ നമ്മൾ വീണ്ടും F2 തിരിക്കുക, പിന്നെ L', R, പിന്നെ U, പിന്നെ F2. നോക്കിക്കേ, കണ്ടോ, കറക്റ്റ് നമുക്ക് സോൾവ് ആയി കിട്ടി. കണ്ടോ, കറക്റ്റ് നമുക്ക് സോൾവ് ആയി കിട്ടി. അപ്പൊ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ ആ എപ്പിസോഡിൽ 5ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കറക്റ്റ് ആകാണ്ട് വരുമ്പോൾ നമ്മൾ ഷഫിൾ ചെയ്യണ്ട. നമ്മൾ ഇതേപോലെ ആ 10ാമത്തെ പാർട്ടിനകത്തുള്ള അവസാനത്തെ എഡ്ജ് മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള അൽഗോരിതം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ ഷഫിൾ ചെയ്ത് തന്നെ മാച്ച് ആയി കിട്ടും. ഇൻ കേസ് നിങ്ങൾ ആ അൽഗോരിതം നമുക്ക് ഇതുപോലെ മാച്ച് ആകാണ്ട് വന്ന് അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ആദ്യം തൊട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഷഫിൾ ഇങ്ങനെ മാച്ച് ആകാണ്ട് വരുമ്പം 10ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്ന എഡ്ജ് മാച്ചപ്പ് ചെയ്യാനുള്ള അൽഗോരിതം അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ,
അപ്പൊ ശരി, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടേക്ക് കെയർ.